മണ്ണാങ്കട്ടയും കരിയിലയും. മണ്ണാങ്കട്ടയും കരിയിലയും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഗ്രാമത്തിലെ മരത്തിന്റെ ചുവട്ടിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കൂടുമായിരുന്നു. മണ്ണാങ്കട്ട തന്റെ സവിശേഷതകളും വിശേഷങ്ങളും പറയുമ്പോൾ കരിയിലയും തന്റെ വിശേഷങ്ങളും പങ്കുവച്ചിരുന്നു. ഒരു ദിവസം മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്കൊരു യാത്ര പോകുവാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. അവർ ഇരുവരും യാത്രയിൽ പരസ്പരം സംസാരിച്ച് നടന്നതിനാൽ സമയം പോകുന്നതൊന്നും അവർ അറിഞ്ഞിരുന്നതേയില്ല. പെട്ടെന്ന് ആകാശം മഴമേഘങ്ങൾ കൊണ്ട് ഇരുണ്ടു മൂടുവാൻ തുടങ്ങി. ഇത് കണ്ട് മണ്ണാങ്കട്ട പേടിച്ചു വിറച്ചു. മഴ ഇപ്പോൾ പെയ്താൽ എന്റെ കഥ കഴിഞ്ഞതു തന്നെ. പേടിക്കണ്ട കൂട്ടുകാരാ, മഴ പെയ്താൽ ഞാൻ നിന്നെ രക്ഷിച്ചു കൊള്ളാം. കരിയിലയുടെ വാക്ക് വിശ്വസിച്ച് മണ്ണാങ്കട്ട യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും ശക്തമായി മഴ പെയ്യുവാൻ തുടങ്ങി. ഇത് കണ്ട കരിയില പെട്ടെന്ന് തന്നെ മണ്ണാങ്കട്ടയുടെ പുറത്ത് കയറി കിടന്നു. മഴത്തുള്ളികളൊന്നും മണ്ണാങ്കട്ടയുടെ ദേഹത്ത് വീണില്ല. മഴ മാറിയപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. അങ്ങനെ സന്തോഷത്തോടെ കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ചെറിയൊരു കാറ്റ് വീശിയത്. ചെറിയ കാറ്റിൽ കരിയില തെറിച്ചു വീണു. കൂട്ടുകാരാ, വലിയൊരു കാറ്റിന് സാധ്യതയുണ്ട്. കാറ്റ് വീശിയാൽ ഞാൻ പറന്നു പോയത് തന്നെ. പേടിക്കണ്ട കൂട്ടുകാരാ, കാറ്റിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്തു കിടന്നു. ശക്തമായ കാറ്റിൽ നിന്നും കരിയില പറന്നു പോകാതെ മണ്ണാങ്കട്ട രക്ഷിച്ചു. കാറ്റ് ശമിച്ചപ്പോൾ അവർ ഇരുവരും സന്തോഷത്തോടെ വീണ്ടും യാത്ര ആരംഭിച്ചു. മണ്ണാങ്കട്ടയും കരിയിലയും പരസ്പരം സംസാരിച്ച് ഒത്തിരി ദൂരം പിന്നിട്ടു. നടന്ന് ക്ഷീണം തോന്നിയപ്പോൾ അവരൊന്ന് വിശ്രമിച്ചു. കൂട്ടുകാരാ, എന്തൊരു കാറ്റായിരുന്നു അവിടെ ഉണ്ടായത്. ഞാൻ ഉണ്ടായിരുന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. മണ്ണാങ്കട്ടയുടെ ഈ വാക്കുകൾ കരിയിലയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെ ഭാരമുണ്ടായിട്ടെന്താ കാര്യം? മഴ പെയ്തപ്പോൾ ഞാനല്ലേ രക്ഷിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാനില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇപ്പോൾ ആ മഴയത്ത് മുഴുവൻ അലിഞ്ഞു പോയി നിന്റെ കഥ കഴിഞ്ഞേനെ. കരിയിലയുടെ ഈ വാക്കുകൾ മണ്ണാങ്കട്ടയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും പരസ്പരം തർക്കിച്ചു. നീ എന്റെ കൂടെ ഇല്ലേലും എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ ഇനി ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ലേലും ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. എനിക്കും ഒറ്റയ്ക്ക് പോകാനൊക്കെ സാധിക്കും എന്ന് പറഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് യാത്ര തുടർന്നു. കരിയില മണ്ണാങ്കട്ടയേക്കാൾ വേഗത്തിലെത്താൻ വളരെ വേഗത്തിൽ നടക്കുവാൻ തുടങ്ങി. പെട്ടെന്നാണ് കരിയില അകലേന്നൊരു ശബ്ദം കേൾക്കുന്നത്. ഓ, അത് കാറ്റിന്റെ ശബ്ദമാണല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? കരിയില സങ്കടത്തോടെ തന്റെ സുഹൃത്തായ മണ്ണാങ്കട്ടയെ ഓർത്തു. അപ്പോഴേക്കും കാറ്റ് ശക്തിയായി വീശി അടിക്കുവാൻ തുടങ്ങി. ശക്തിയായ കാറ്റിൽ കരിയില എങ്ങോട്ടോ പറന്നുപോയി. മണ്ണാങ്കട്ടയാകട്ടെ ഇതൊന്നും അറിയാതെ വളരെ സന്തോഷത്തിൽ നടക്കുവായിരുന്നു. പെട്ടെന്നാണ് ആകാശത്ത് മഴമേഘങ്ങൾ വന്നു മൂടിയത്. ഇത് കണ്ട മണ്ണാങ്കട്ട പേടിച്ചു. മണ്ണാങ്കട്ട എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. മഴയത്ത് രക്ഷിച്ച തന്റെ കരിയിലയെ നിറ കണ്ണുകളോടെ അവൻ ഓർത്തു. മഴ പെയ്തു തുടങ്ങി. മണ്ണാങ്കട്ട ആ മഴയിൽ അലിഞ്ഞ് സ്വയമേ ഇല്ലാതായി. അങ്ങനെ മണ്ണാങ്കട്ടയും കരിയിലയുടെയും കഥ കഴിഞ്ഞു. സൂത്രശാലിയായ കൊക്കച്ചൻ. കിന്നരിപ്പുഴയുടെ തീരത്തെ മാവിൻ കൊമ്പിലായിരുന്നു നമ്മുടെ കൊക്കച്ചൻ താമസിച്ചിരുന്നത്. കൊക്കച്ചൻ എന്നും രാവിലെ മാവിൻ കൊമ്പിലിരുന്ന് പുഴയിലെ മീനുകളെ നോക്കി വെള്ളമിറക്കുന്നത് പതിവായിരുന്നു. ഇതേ പുഴയിൽ കളിച്ചു രസിച്ച് നടന്നിരുന്ന രണ്ട് മീനുകളെ കണ്ട് കൊക്കച്ചൻ മനസ്സിൽ പറഞ്ഞു, നല്ല തടിച്ചുരുണ്ട മീനുകൾ. എങ്ങനെയും ഇവന്മാരെ പിടിക്കാൻ സാധിച്ചാൽ കുശാലായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൊക്കച്ചൻ പുഴയുടെ തീരത്തിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു,
കാട്ടിൽ വലിയ വരൾച്ച വരികയാണ്. എല്ലായിടത്തെയും വെള്ളം വറ്റുകയാണ്. ഇത് കേട്ട മീനുകൾ പൊങ്ങി വന്ന് കൊക്കച്ചനോട് ചോദിച്ചു, സത്യമാണോ കൊക്കച്ച ഈ കേൾക്കുന്നത്? ഈ പുഴയിലെ വെള്ളം വറ്റിയാൽ ഞങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇനി എന്താ ചെയ്യുക? തൊട്ടടുത്ത് ധാരാളം വെള്ളമുള്ള വറ്റാത്ത ഒരു തടാകമുണ്ട്. നിങ്ങൾക്ക് സമ്മതമെങ്കിൽ ഞാൻ നിങ്ങളെ സുരക്ഷിതമായി അവിടെ എത്തിക്കാം. ഇത് കേട്ടതും ഒന്നും ആലോചിക്കാതെ കൊക്കച്ചനോടൊപ്പം രണ്ടുപേരും പുറപ്പെട്ടു. പോകും വഴി കൊക്കച്ചൻ രണ്ടുപേരെയും വയറ്റിലാക്കി. ഗുണപാഠം: എടുത്തുചാട്ടം നല്ലതിനല്ല. കുരങ്ങന് പറ്റിയ അമളി. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മരം നിറയെ മാമ്പഴവുമായി ഒരു മാവുമരം ഉണ്ടായിരുന്നു. തന്റെ ചില്ലയിൽ നിറഞ്ഞു നിന്നിരുന്ന മാമ്പഴം കണ്ട് മാവുമരം ഒരുപാട് സന്തോഷിച്ചിരുന്നു. കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം ഈ മാവുമരത്തിലെ മാമ്പഴങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഈ കാട്ടിലെ കുസൃതിക്കുട്ടനായ കുരങ്ങച്ചൻ ഈ മാമ്പഴങ്ങൾ തിന്നാൻ എത്തുന്നത് പതിവായിരുന്നു. എന്നാൽ അവൻ പഴുത്ത മാമ്പഴങ്ങൾ കൂടാതെ ചെറിയ ചെറിയ പച്ച മാങ്ങകളും വെറുതെ പറിച്ചു കളഞ്ഞിരുന്നു. മാവുമരം കുരങ്ങച്ചനോട് പലതവണ പറഞ്ഞിട്ടും അവനത് കൂട്ടാക്കിയില്ല. ഇത് പതിവായതോടെ മാവുമരത്തിന് ഒത്തിരി സങ്കടമായി. എങ്ങനെയും കുരങ്ങച്ചനെ നാട് കടത്തണമെന്ന് മാവച്ചൻ തീരുമാനിച്ചു. ഒരു ദിവസം കുരങ്ങച്ചൻ മാമ്പഴം പറിക്കുവാനായി മാവിൻ മരത്തിലെത്തി. പതിവ് പോലെ തന്നെ അവൻ പഴുത്തതും പഴുക്കാത്തതുമായ മാമ്പഴങ്ങളെല്ലാം പറിക്കാൻ തുടങ്ങി. ഇത് കണ്ട മാവുമരത്തിന് അപ്പോഴാണൊരു ബുദ്ധി തോന്നിയത്. മാവുമരം കുരങ്ങച്ചനോട് പറഞ്ഞു, എന്തിനാ എന്റെ കുരങ്ങച്ച നീ ഈ ഭക്ഷണത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്? നീ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ. സ്വാദിഷ്ടമായ ആ പഴം കൈക്കലാക്കിയാൽ നിനക്ക് ഒരുപാട് നാളത്തേക്കുള്ള ഭക്ഷണമായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പഴം സന്ധ്യയ്ക്ക് മാത്രമേ കാണുവാൻ സാധിക്കൂ. മാവുമരം നമ്മുടെ ചന്ദ്രനെ നോക്കിയാണ് അത് പറഞ്ഞത്. ഇത് കേട്ടപാടെ കുരങ്ങച്ചൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? എങ്കിൽ ഞാനത് പറിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുരങ്ങച്ചൻ ചന്ദ്രനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കുരങ്ങച്ചൻ നടക്കും തോറും ചന്ദ്രൻ അകന്നകന്ന് പോയിക്കൊണ്ടേയിരുന്നു. കുരങ്ങച്ചൻ നദിയും കാടും മലയും എല്ലാം കടന്ന് ഒത്തിരി സഞ്ചരിച്ചു. അപ്പോഴാണ് വഴിയിൽ കുരങ്ങച്ചൻ കുഞ്ഞനെലിയെ കണ്ടത്. കുരങ്ങച്ചൻ നടന്നതെല്ലാം കുഞ്ഞനെലിയോട് പറഞ്ഞു. ഇത് കേട്ടതും കുഞ്ഞനെലി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, മണ്ടൻ കുരങ്ങച്ചാരെ, അത് കഴിക്കുന്ന സാധനമല്ല, അതാണ് ചന്ദ്രൻ. അബദ്ധം മനസ്സിലാക്കിയ കുരങ്ങച്ചൻ തല താഴ്ത്തി നിന്നു.
ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു കോഴിയമ്മയും അതിൻ്റെ കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. കോഴിയമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുമായിരുന്നു. ഈ ഗ്രാമത്തിനോട് ചേർന്ന് തന്നെ ഒരു കാടുണ്ടായിരുന്നു. എന്നും രാവിലെ ഉണരുന്ന കോഴിയമ്മയും മക്കളും മുറ്റത്ത് കിടക്കുന്ന അരിമണികൾ കൊത്തി തിന്ന ശേഷം കാട് കാണാൻ പോകുന്നത് പതിവായിരുന്നു. കോഴിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാട്ടിലേക്കുള്ള വരവ് ഒരു കുറുക്കച്ചൻ എന്നും കാണുന്നുണ്ടായിരുന്നു. ആഹാ, നല്ല തടിച്ചു കൊഴുത്ത കോഴിയാണല്ലോ. എങ്ങനെയും ഇതിനെ കൈക്കലാക്കാൻ പറ്റിയാൽ കുശാലായേനെ. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ അതിനു വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. ഒരിക്കൽ കാട്ടിലേക്ക് നടന്നു വരുന്ന കോഴിയമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് പാവത്താനെ പോലെ കുറുക്കച്ചൻ നടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, കോഴിയമ്മേ, നിങ്ങൾ എന്നും എൻ്റെ കാട് കാണാൻ വരുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ഗ്രാമം കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുമോ? കുറുക്കച്ചാരുടെ ചോദ്യം കേട്ടപ്പോൾ കോഴിയമ്മയ്ക്കത് അഭിനയമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കോഴിയമ്മ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഗ്രാമം മുഴുവനും ചുറ്റിക്കാണിച്ചു. ചുറ്റിക്കണ്ട കുറുക്കച്ചൻ ഇന്നൊരു രാത്രി നിങ്ങളുടെ കൂടെ കിടക്കാൻ അനുവദിക്കണമെന്ന് കോഴിയമ്മയോട് പറഞ്ഞു. അങ്ങനെ കോഴിയമ്മ അതിനും സമ്മതിച്ചു. സന്ധ്യ ആയപ്പോൾ കുറുക്കച്ചൻ ഉറങ്ങുന്നതായി അഭിനയിച്ചു. ഇത് കണ്ട കോഴിയമ്മയും കുഞ്ഞുങ്ങളും കിടന്നുറങ്ങി. കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഉറങ്ങിയത് കണ്ടപ്പോൾ ഉറക്കം നടിച്ചു കിടന്ന കുറുക്കച്ചൻ ശബ്ദമുണ്ടാക്കാതെ വന്ന് ഓരോ കുഞ്ഞുങ്ങളെയും അകത്താക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ മുഴുവനും വയറ്റിലാക്കി. അവസാനം നമ്മുടെ കോഴിയമ്മയും കുറുക്കച്ചൻ പിടിച്ച് വയറ്റിലാക്കി. എന്നിട്ട് നേരം വെളുത്തപ്പോഴേക്കും കുറുക്കച്ചൻ കാട്ടിലേക്ക് പോയി. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ദാമു എന്നൊരു കർഷകൻ താമസിച്ചിരുന്നു. വളരെ കഠിനാധ്വാനിയായ ദാമുവിന് 2 കൂട്ടുകാർ ഉണ്ടായിരുന്നു. വെളുമ്പി പശുവും പുള്ളിക്കാറും. വളരെ സന്തോഷത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. വെളുമ്പി പശുവിനും പുള്ളിക്കാരനും എല്ലാവിധ സ്വാതന്ത്ര്യവും ദാമു നൽകിയിരുന്നു. സാമ്പത്തികമായി പുറകിലായിരുന്ന ദാമു കുറച്ച് കാശുണ്ടാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദാമു എത്ര അധ്വാനിച്ചിട്ടും തന്റെ ജീവിത ചെലവുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരനും വെളുമ്പി പശുവിനും ഒത്തിരി സങ്കടമായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദാമു തന്റെ പ്രിയ സുഹൃത്തുക്കളെ അടുത്തേക്ക് വിളിച്ചു. തന്റെ വീടിന് മുൻപിലെ കൃഷിയിടത്തിൽ എന്ത് കൃഷി ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോൾ ക്യാരറ്റ് കൃഷി ചെയ്യാമെന്ന് പുള്ളിക്കാറും കുക്കുംബർ കൃഷി ചെയ്യാമെന്ന് വെളുമ്പി പശുവും അഭിപ്രായം പറഞ്ഞു. 2 പേരും 2 അഭിപ്രായമാണ് പറഞ്ഞതെങ്കിലും ദാമു 2 കൃഷി ചെയ്യാനും തീരുമാനിച്ചു. അതിനായി പുള്ളിക്കാർ കൃഷിയിടം ഉഴുതുമറിച്ചു. ദാമു വിത്ത് വിതറി. വെളുമ്പി പശു വെള്ളം നനച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ക്യാരറ്റും കുക്കുംബറും വളർന്നു വന്നു. ഇത് കണ്ട ദാമുവിനും കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷമായി. വിളഞ്ഞു പാകം ആയ ക്യാരറ്റും കുക്കുംബറും ദാമു ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ദാമുവിന് കൈനിറയെ പണവും ലഭിച്ചു. ഇത് കണ്ട വെളുമ്പി പശുവും പുള്ളിക്കാരനും ഒത്തിരി സന്തോഷമായി. ഗുണപാഠം: ഐക്യമത്യം മഹാബലം. സൂത്രക്കാരൻ കുട്ടപ്പൻ കാക്കക്കുട്ടപ്പൻ, കൗശലക്കാരൻ കുട്ടപ്പൻ കാക്കക്കുട്ടപ്പൻ, കാക കാക
തൊട്ടടുത്ത് ഒരു കാട്ടിൽ 2 കൂട്ടുകാർ താമസിച്ചിരുന്നു. കുഞ്ഞനുറുമ്പും ചീങ്കണ്ണി അമ്മാവനും. കുഞ്ഞനുറുമ്പ് താമസിച്ചിരുന്നത് ഒരു ആപ്പിൾ മരത്തിലും ചീങ്കണ്ണി അമ്മാവൻ ആപ്പിൾ മരത്തിന്റെ അടുത്തുള്ള തടാകത്തിലുമാണ് താമസിച്ചിരുന്നത്. വളരെ നല്ല സുഹൃത്തുക്കളായ ഇവർ എന്നും പരസ്പരം കണ്ടിരുന്നു. അങ്ങനിരിക്കെ ഒരു ദിവസം രാമു എന്ന മരം വെട്ടുകാരൻ മരം വെട്ടുവാനായി കാട്ടിൽ വന്നു. കാട്ടിലുള്ള മരങ്ങളെല്ലാം ഓരോന്നായി രാമു തന്റെ കോടാലി ഉപയോഗിച്ച് വെട്ടാൻ തുടങ്ങി. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ചു. ഈ കാര്യം തന്റെ സുഹൃത്തായ ചീങ്കണ്ണി അമ്മാവനോട് പറയാൻ കുഞ്ഞനുറുമ്പ് തീരുമാനിച്ചു. നേരം സന്ധ്യയായപ്പോൾ രാമു താൻ മുറിച്ച മരങ്ങളുമായി വീട്ടിലേക്ക് പോയി. അത് കണ്ട കുഞ്ഞനുറുമ്പ് ചീങ്കണ്ണി അമ്മാവന്റെ അടുക്കലെത്തി തന്റെ സങ്കടം പറഞ്ഞു. പിറ്റേ ദിവസം രാമു പതിവ് പോലെ മരം മുറിക്കുവാനായി കാട്ടിലേക്ക് വന്നു. മരങ്ങൾ ഓരോന്നായി മുറിക്കുവാൻ തുടങ്ങി. തക്കം പാർത്തിരുന്ന ചീങ്കണ്ണി അമ്മാവൻ രാമുവിനെ കടിക്കാനായി പാഞ്ഞെടുത്തു. ചീങ്കണ്ണിയുടെ വരവ് കണ്ട് രാമു പേടിച്ച് ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. ഇത് കണ്ട കുഞ്ഞനുറുമ്പ് പുഞ്ചിരിയോടെ ചീങ്കണ്ണി അമ്മാവനോട് നന്ദി പറഞ്ഞു. ഗുണപാഠം: ആപത്തിൽ സഹായിക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. ചന്തം എന്തത്ഭുതം നിൻ